കേരള ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. കെ സുരേന്ദ്രന് മാറ്റമുണ്ടായാൽ വി മുരളീധരന് സാധ്യത എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ വാദം. എന്നാൽ എം.ടി. രമേശോ ശോഭാ സുരേന്ദ്രനോ പുതിയ അധ്യക്ഷനാകും എന്നാണ് മറുപക്ഷത്തിന്റെ വിലയിരുത്തൽ. തിരഞ്ഞെടുപ്പ് വർഷം ആയതിനാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ ദേശീയ നേതൃത്വം മുതിരുമോ എന്ന ആകാംക്ഷയും പ്രവർത്തകരിൽ ഉണ്ട്. വിശദാംശങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. വലിയൊരു മാറ്റത്തിന് സാധ്യതയുണ്ടോ? ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു അകൽച്ച അത് നേരത്തെ തന്നെ വ്യക്തമാണ്. രണ്ടു കൂട്ടരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഉൾപോരുകൾ നേരത്തെ ദൃശ്യമാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പുതിയ തീരുമാനം? സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അകൽച്ചകൾക്ക് വലിയ പ്രസക്തിയില്ല. പിന്നെ സംസ്ഥാന അധ്യക്ഷനുമായി ചേർന്ന് മുന്നോട്ട് പോകുക മാത്രമേ ബി.ജെ.പിയിലെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ പ്രകാരം സാധിക്കുകയുമുള്ളൂ. അപ്പോൾ നിലവിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ജില്ലാതലത്തിലുള്ള എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കുകയാണ്. 4 പേരുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തുടരാൻ അനുവദിക്കുക എന്ന ഒരു നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലുള്ളത്. മറ്റൊന്ന്, മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കേന്ദ്രമന്ത്രി വി മുരളീധരന് അവസരം നൽകുക. പിന്നെ സാധ്യതയുള്ള 2 പേരുകൾ, ഒന്ന് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്, വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ഈ 4 പേരുകളിൽ ഒന്ന് പുതിയ സംസ്ഥാന അധ്യക്ഷനായി വരും എന്ന കണക്കുകൂട്ടലാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ളവരും പ്രവർത്തകരുമെല്ലാം. എന്തായാലും ഒരു തീരുമാനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി 19-ാം തീയതി കേരളത്തിലെത്തുന്നുണ്ട്. മുൻകാലങ്ങളിലെല്ലാം കേന്ദ്രം ഒരു പേര് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തെ നേതാക്കളുമായി ഒരു സമന്വയ ചർച്ചകൾ നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ അത്തരം ഒരു ചർച്ചകൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കേരളത്തിലെ സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യം എല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കും. അവരുടെ തലത്തിലുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ച ശേഷം ആ പ്രഖ്യാപനം ഉണ്ടാകും. ആ പ്രഖ്യാപനം പ്രഹ്ലാദ് ജോഷി 19-ന് വരുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുണ്ടാകും, കേരളത്തിലും അതുണ്ടാകും എന്ന കണക്ക് കൂട്ടുകയാണ്. ഏതായാലും ഇത്തവണ ഏറ്റവും പ്രധാനം, അടുത്ത 1 വർഷത്തിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, 5 മാസ ഇടവേളയിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ പുതിയതായി ഒരാളെ വന്ന ശേഷം ഒരു സംസ്ഥാന നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണിക്ക് ശേഷം തെരഞ്ഞെടുപ്പിനെല്ലാം തയ്യാറാകാനുള്ള സമയമുണ്ടോ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതാണ് കെ സുരേന്ദ്രൻ തുടരാനുള്ള ഒരു സാധ്യതയായി കാണുന്നത്. എന്തായാലും ബി.ജെ.പിയിലെ കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് പ്രസക്തിയില്ല. ദേശീയ നേതൃത്വമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക.